ട്രാവൻകൂർ സിനിമാസ് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയ്ൻ നിഗം മലയാളത്തിൽ അത്യാവശ്യം ഹിറ്റുകളൊക്കെ ഉള്ള ഒരു യുവ നായകനാണ്. അദ്ദേഹം ഇപ്പോൾ തമിഴിൽ അദ്ദേഹത്തിന്റെ ആദ്യ തുടക്ക ചിത്രം ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുകയാണ്, മദ്രാസ്കാരൻ. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം എൻഗേജ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ വേണ്ടത്ര റെസ്പോൺസ് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് പഴകിയ കഥയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിൽ വേണ്ടത്ര കെട്ടുറപ്പ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു സിനിമ കണ്ട എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു സിനിമ കണ്ട പ്രേക്ഷകൻ എന്ന നിലയിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ മിസ്സായി പോയി എന്നൊരു ഫീല് ഉടനീളം ഈ സിനിമയിലുണ്ട്. ഷെയ്ൻ നിഗത്തിൻ്റെയൊക്കെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അടപടലം ബോറാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരേ ഒരു കാര്യം സിനിമയുടെ ആക്ഷൻ സീൻസുകളാണ്. അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. എങ്കിലും ഈ ഒരു സിനിമ കാണണം എന്ന് ഒരു പ്രേക്ഷകനെയും ഞാൻ നിർബന്ധിക്കില്ല. ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണ്, കാണാം കാണാതിരിക്കുക. തികച്ചും പക്ക ബോറായിട്ട് വന്ന ഈ ഇടയ്ക്ക് തമിഴിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ബോറായിട്ട് വന്ന ഒരു പക്ക മോശം സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ മ്യൂസിക് ആയാലും ഇമോഷൻ സീൻസ് ആയാലും പക്ക ബോറാണ്. ആട്ടപ്പെട്ടെല്ലാം മൂഞ്ചിപ്പ് പരിപാടിയാണ് ഈ ഒരു സിനിമയിലൂടെ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമ കാണുമ്പോൾ ഓരോ പ്രേക്ഷകനും മനസ്സിലാവും ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്. കാണണം എന്ന് താല്പര്യമുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു സിനിമ ഒന്ന് കാണുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വേറൊരു കാര്യം കൂടി പറയട്ടെ, നല്ല ഒരു സിനിമയാണെങ്കിൽ അത് മലയാളത്തിലാണെങ്കിലും ശരി തമിഴിലാണെങ്കിലും ശരി പ്രേക്ഷകർ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കും. പക്ഷെ മോശമാണെങ്കിൽ ചവറ്റുകുട്ടയിലാണ് ആ സിനിമയുടെ സ്ഥാനം. ഇത്ര മാത്രമേ ഈ ഒരു സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.